സഹീഹ് തർഗീബ് വ തർഹീബിൽ കിതാബ് സദഖാത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട ജോലികൾ, അത് വാങ്ങാനും അത് വീതിച്ച് നൽകാനും അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കുന്നതും അതിൽ ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ ഫസ്ലാണ് നമ്മൾ വായിക്കുന്നത്. അതിലടുത്ത ഹദീസ് وعن سعد بن عبادة رضي الله عنه أن رسول الله صلى الله عليه وسلم قال له സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഖും അലാ സദഖതി ബനി ഫുലാൻ, ഇന്നാലിന്ന ഒരു വിഭാഗത്തിൻ്റെ ഗോത്രത്തിൻ്റെയോ ആളുകളുടെയോ സദഖ അഥവാ സക്കാത്ത് നീ വാങ്ങിക്കൊണ്ടുവരാൻ അതിൻ്റെ ജോലി ഏൽപ്പിച്ചുകൊണ്ട് സഅദ് ബിൻ ഉബാദയോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അതോടൊപ്പം പറഞ്ഞു, വൻദുർ അൻ തഅതിയ യൗമൽ ഖിയാമ ബിബക്രിൻ തഹ്മിലുഹു അലാ ആതിഖിക ഔ കാഹിലിക് ലഹു റുഗാഉൻ യൗമൽ ഖിയാമ. വൻദുർ, നീ ശ്രദ്ധിക്കണം, പരലോകത്ത് നിന്റെ തോളിലോ മുതുകിലോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരൊട്ടകക്കുഞ്ഞ് അഥവാ വലിയ വലിപ്പമെത്താത്ത ഒരൊട്ടകം, ആ ഒട്ടകത്തിനെ ഏറ്റി വരുന്നത് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതായത് അതുകൊണ്ട് ഉദ്ദേശം, നീ ആ ജക്കാത്തായിക്കൊണ്ട് വാങ്ങുന്ന, അന്ന് ഒട്ടകവും ആടും ആളുകളൊക്കെ അതിൻ്റെ ജക്കാത്തായിട്ടൊക്കെ വാങ്ങും, അതിൽ നിന്ന് ഒന്നിനെ പോലും അർഹമല്ലാതെ നിന്റെ ഭാഗത്തേക്ക് എടുക്കുന്ന ആ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല, വളരെ സൂക്ഷിക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് അതൊരു ഭാരമായി നീ ഏറ്റി വരേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല യാ റസൂലല്ലാഹ് ഇസ്രിഫ് അന്നി, റസൂലെ എന്നെ ഈ ജോലിയിൽ നിന്ന് നിങ്ങൾ മാറ്റണം, എനിക്കതിന് സാധിക്കൂല, എനിക്ക് ഭയമുണ്ട്, എന്തെങ്കിലും വീഴ്ച എന്തെങ്കിലും വരുമോ എന്നതുകൊണ്ട് എന്നെ അതിന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഫസറഫഹ അൻഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരാളെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് ആ ജോലി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ജക്കാത്തിന്റെ സമ്പത്ത് പല രീതിയിൽ, ധാന്യമാവട്ടെ അല്ലെങ്കിൽ വേറെ ഒട്ടകങ്ങളാവട്ടെ ആടാവട്ടെ പല രീതിയിൽ സമ്പത്താവട്ടെ അതെല്ലാം വാങ്ങുകയും കൃത്യമായി അത് വീതിക്കുകയും അതുമായി ബന്ധപ്പെട്ട ജോലികളാണ്. അപ്പം അതിൽ അർഹമായത് അവർക്കൊരു വഖീഫ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് അർഹമായത് അവർക്ക് നൽകും. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ച വരുമോ എന്നുള്ള ഭയം കൊണ്ട് സ്വഹാബി അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇതെല്ലാ മേഖലയിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഭയമുള്ളൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നത് അപകടമായിരിക്കും. ورواه البزار أيضا عن ابن عمر قال بعث رسول الله صلى الله عليه وسلم سعد بن عبادة فذكر نحو. ഇതേ ഹദീസ് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. അടുത്ത ഹദീസ് من عبد الله بن بريدة عن أبيه رضي الله عنه عن النبي صلى الله عليه وسلم قال. عبد الله بن بريدة അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من استعملناه على عمل فرزقناه رزقا فما أخذ بعد ذلك فهو غلول. നാം സക്കാത്തിന്റെ ജോലിയുമായിട്ട് ആരെങ്കിലും ആ ജോലി ഏൽപ്പിക്കുകയും അങ്ങനെ അവന് വേണ്ട ഒരു ഓഹരി, അവന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നാം നൽകുകയും ചെയ്തതിന് ശേഷവും അവൻ എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കുകയാണ് എങ്കിൽ അത് ഗുലൂലാണ്. ഗുലൂൽ എന്ന് പൊതുവെ പറയാറ് ഗനീമത്ത് സ്വത്തിൽ നിന്നെല്ലാം ചതിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വീതിക്കുന്നതിന് മുമ്പ് എടുക്കുന്നതിനാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ എടുക്കുന്നതാണ് പരലോകത്ത് വളരെയധികം ശിക്ഷ ലഭിക്കുന്ന ഭാരമായി വരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ രീതിയാണെന്ന് പറഞ്ഞു. وعن عبادة بن الصامت رضي الله عنه أن رسول الله صلى الله عليه وسلم بعثه على الصدقة فقال. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഈ ഒരു ജോലി സക്കാത്ത് വാങ്ങാനും പിരിക്കാനും എല്ലാമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. ആ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, യാ അബാ അൽ വലീദ് ഇത്തഖില്ലാ ലാ തഅതി യൗമൽ ഖിയാമ ബിബഈരിൻ തഹ്മിലുഹു ലഹു റുഗാ ഔ ബഖറത്തുൻ ലഹാ ഖുവാറുൻ ഔ ഷാത്തുൻ ലഹാ തുഗാഉൻ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നാളെ പരലോകത്ത് നീ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഒട്ടകത്തെയോ അല്ലെങ്കിൽ പശുവിനെയോ ആടിനെയോ ഏറ്റുവരുന്ന അവസ്ഥ ഉണ്ടാകരുത്, അഥവാ അതിൽ കൃത്യം ശ്രദ്ധിക്കണം. ഖാല യാ റസൂലല്ലാഹ് ഇന്ന ദാലിക ലകദാലിക്. ഖാല റസൂലേ, അത് അങ്ങനെ തന്നെയാണോ, അതിന്റെ ഗൗരവം അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വല്ലദി നഫ്സി ബിയദിഹി ഖാല ഫവല്ലദി ബഅസക ബിൽ ഹഖ് ലാ അഅമലു ലക അലാ ഷൈഇൻ അബദാ. അപ്പോൾ പറഞ്ഞു, റസൂലേ, നിങ്ങളെ നിയോഗിച്ച അള്ളാഹു ആണ് സത്യം, ഞാൻ ഈ ഒരു ജോലി ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഏറ്റെടുക്കുകയില്ല, അഥവാ എനിക്ക് ഭയമാണ് എൻ്റെ കാര്യത്തിൽ എന്ന നിലക്ക് അസ്ഹാബി പറഞ്ഞു.
وعن عدي بن عميرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من استعملناه منكم على عمل فكتمنا مخيطا فما فوقه كان غلولا يأتي يوم القيامة. ഒരിക്കൽ ഈ സക്കാത്തിന്റെ ജോലിയുമായി ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ ഒരു ജോലി ആരെയാണോ നിങ്ങളിൽ ഏൽപ്പിക്കുന്നത്, അങ്ങനെ അവൻ ഒരു സൂചി, വളരെ ചെറുതായിട്ടുള്ളൊരു സൂചിയെങ്കിലും അവൻ അതിൽ നിന്ന് നൽകാതെ മറച്ചു വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തോ ആവട്ടെ, കാന ഗുലൂലൻ യഅതി യൗമുൽ ഖിയാമ, എന്ന് അവൻ ചതിച്ചെടുത്ത വഞ്ചിച്ചെടുത്ത കൂട്ടത്തിലാണ് പരലോകത്ത്. അത് അവന് പകരം അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ഫഖാമ ഇലൈഹി റജുലുൻ അസ്വദ് മിനൽ അൻസാർ കഅന്നി അൻദുറു ഇലൈഹി. അപ്പോൾ ഇത് കേട്ടപ്പോൾ അൻസാരികളിൽപ്പെട്ട കറുത്ത നിറത്തിലുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇഖ്ബിൽ അന്നി അമലക്, റസൂലെ എന്നെ ഏൽപ്പിച്ച ആ ജോലി നിങ്ങളത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. ആ വ്യക്തിയെ സക്കാത്തിന്റെ പിരിവുമായിട്ട് അല്ലെങ്കിൽ സ്വരൂപിക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കി തരണം പറഞ്ഞു. ഖാല വമാലക്, അപ്പോൾ വിശ്വാസം ചോദിച്ചു, എനിക്ക് എന്താ പറ്റിയത്? ഖാല സമിഅതുക തഖൂലു കദാ വകദാ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ട് എനിക്ക് പേടിയാണ് കാര്യം പറഞ്ഞു. ഖാല വഅന അഖൂലു അൽആൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, ഞാനിതാ ഇപ്പോൾ പറയുന്നു, من استعملناه منكم على عمل فليجيء بقليله وكثيره فما أوتي منه أخذ وما نهي عنه انتهى. ആരാണോ നമ്മളൊരു ഈ പണി ഏൽപ്പിക്കുന്നത് അതിൻ്റെ ചെറുതും വലുതും എല്ലാം കൃത്യമായി കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ പിന്നെ അവനെന്താണോ നൽകുന്നത് അതിൻ്റെ ഓഹരിയായിട്ട് അല്ലെങ്കിൽ അവന് അർഹമായത് എന്താണോ അത് സ്വീകരിക്കുകയും ബാക്കിയൊന്നും എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അവൻ ഒരു കുഴപ്പവുമില്ല എന്ന നിലയ്ക്ക് വിശ്വാസമ അത് നല്ല രീതിയിൽ, അഥവാ അതിൻ്റെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനെ പറയുകയും ചെയ്തു. ഇനി ആരും ഈ പണി ഏറ്റെടുക്കാതിരിക്കണ്ട എന്ന നിലക്ക് പറയുകയും ചെയ്തു. ഇതിൽ സമ്പത്ത്, വേറൊരാളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ സൂക്ഷ്മതയും സ്വഹാബികളെ സ്വന്തത്തിൽ എത്രത്തോളം ഭയപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുന്നതാണ്. ചില ആളുകൾ ഈ ഒരു കാര്യത്തിൽ, സക്കാത്തിൻ്റെ കാര്യം മാത്രമല്ല, വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള എന്തെങ്കിലും സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു സൂക്ഷ്മതയില്ലാതെ പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളങ്ങനെ അബദ്ധം വരാൻ പാടില്ല. അതിൽ വളരെ കണിശത കാണിക്കേണ്ടതുണ്ട്. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.